എടി, നീ എന്താ കുറേ നേരോട് ചിരിച്ചോണ്ടിരിക്കണേ? അതൊരു കാര്യമുണ്ട്. ഒരു അടിപൊളി സീൻ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഇത് നിനക്കറിയാൻ പാടില്ല, എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് നേരം നോക്കിയാലും നമ്മളെ കാണുമ്പോൾ ഡീമോട്ടിവേറ്റിംഗ് ഡയലോഗ്സ് അടിക്കുന്ന ഒരു പുള്ളിക്കാരി. അത് തന്നെ പുള്ളിക്കാരിനെ. ഇന്ന് ഞാൻ ആ വഴിയാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ അപ്പുറത്തെ രേഷ്മയില്ലേ, രേഷ്മ എൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ടായിരുന്നേ. അവൾ ഏതോ ഫംഗ്ഷന് പോകാമെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല രീതിക്ക് നല്ല ഒരുങ്ങിയാട്ടോ അവൾ പോകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാനായിട്ട്. അപ്പോൾ ഈ പുള്ളിക്കാരി അവിടെ നിന്ന് മുറ്റടിക്കുന്നുണ്ടായിരുന്നേ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ ഒരു ഡയലോഗ്, ഇതെന്താണ് മുഖത്ത് കുറെ വാരി തേച്ച് ലിപ്സ്റ്റിക് അടിച്ച് ഇതാരെ കാണിക്കുവാനായി കെട്ടിയിരുന്നുള്ളതെന്ന്. ഇവളപ്പം തന്നെ തിരിഞ്ഞിട്ടില്ലേടി, വൺ ഡയലോഗ്, ദേ തള്ളെ, നീ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിക്കുന്ന ചൂലെടുത്ത് നിങ്ങളുടെ വാലി ഞാൻ കുത്തിക്കയറ്റി വെക്കുന്നു. എനിക്കത് കണ്ടിട്ടില്ല, എനിക്കിങ്ങനെ രോമാഞ്ചം വന്നുപോയി. നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. അവൾ അടിപൊളിയാടി, അടിപൊളിയാണ്. എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായിപ്പോയി. ഞാൻ വിചാരിച്ചത് ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പിന്നെ ഞാൻ 2 പറഞ്ഞ് അവരത് 10 പോയിട്ട് എൻ്റെ വീട്ടിൽ പറയും. പിന്നെ അത് അച്ഛനെയും അമ്മയുടെയും ആലോചിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. എന്നാൽ ഇന്നത്തെ ഡേ സൂപ്പറായിരുന്നു ഡി, സൂപ്പർ. എനിക്കത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ സന്തോഷം വരുന്നു. സൂപ്പറായിരുന്നു. രേഷ്മൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം.